തലക്കറി എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിക്കാം. ആഹാ, ഹായ്, നമസ്കാരം. ട്രൈ ഡെലീഷ്യയുടെ മറ്റൊരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ആഴ്ച തിരുവല്ലയിലാണ്, ടീനമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്നത്തെ ഐറ്റം, അതായത് കപ്പയും നെയ്മീൻ്റെ തലക്കറിയും. അത് സജസ്റ്റ് ചെയ്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഇടുക്കിയിലാണ് വീട്. അപ്പോൾ നമ്മുടെ 2 വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്തിരുന്നു ചെയ്യാവുന്ന. അപ്പം ഞങ്ങൾ ഓർത്തിക്ക് ആഴ്ച ഇത് ചെയ്യാവുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ വയനാട്ടിലെ ഒരു യൂട്യൂബർ അമ്മച്ചിയുണ്ട്. അന്നമ്മച്ചേടത്തി എന്നാണ് പേര്. അപ്പോൾ അമ്മച്ചിയുടെ വൈറലായ ഒരു റെസിപ്പിയുണ്ട്, പുളി ഉരുക്കിയ മീൻ കറി. അപ്പോൾ ആ റെസിപ്പിയാണ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആഴ്ച ആക്ച്വലി എനിക്കൊരു പണി കിട്ടിയിരിക്കും. കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് എല്ലാം ട്രൈപോഡിലായിരിക്കും. നമ്മുടെ സാധാരണ സ്റ്റൈലിൽ നിന്ന് കുറച്ച് മാറ്റമുണ്ട്. ഇപ്പോൾ സാധാരണ സ്റ്റൈലെന്ന് പറഞ്ഞാൽ 90% ഞാൻ കൈ പിടിച്ചാണ് എടുക്കാറുള്ളത്. 90-95% ഷോട്ട്സും കയ്യിലാണ്. പിന്നെ ഒരു ബാക്കി ട്രൈപോഡിലും, പിന്നെ ചിലപ്പോൾ 1-2 ഷോട്ട് ഗിംബിളിലും എടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ തലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് നെയ്മീൻ്റെ തലയാണ്. ഞാൻ കടയിൽ നിന്ന് വെട്ടി വാങ്ങിക്കുമായിരുന്നു, തല സെപ്പറേറ്റ്. പിന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പം നമുക്ക് തീ കത്തിച്ച് തുടങ്ങാം. നല്ല കാറ്റുണ്ട്. ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് തോർന്നത്. ഇന്നത്തെ വീഡിയോ കുളമാകുമെന്നാണ് വിചാരിച്ചത്. ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ, കഴിയുമ്പോൾ പറയാൻ കുളമാകുമോ. നമ്മുടെ മീൻ കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ സാധാരണ മുളക് പൊടി, പിന്നെ ഉപ്പ്, നമ്മുടെ കുടംപുളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, മഞ്ഞൾ, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു തക്കാളിക്ക അരച്ചത്. അപ്പം നമ്മുടെ അന്നാമ്മച്ചേടത്തിയുടെ സ്റ്റൈലിൽ നമുക്ക് പുളി ഒന്ന് ഉരുക്കിയെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കുടംപുളി ഇടും. ആ പുളിയൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങണം തിളച്ചിട്ട്. കുടംപുളി അവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ചുമന്നുള്ളി ചതച്ചെടുക്കാം. നമ്മുടെ പുളി ഉരുകിയിട്ടുണ്ട്. നമുക്ക് ഈ പുളി, ഇതിനകത്ത് കിടക്കുന്ന പുളിയെല്ലാം അങ്ങ് എടുക്കുവേ. എന്നിട്ട് ഈ ചാറ്, ഈ വെള്ളം മാത്രമേ നമ്മൾ മീൻ കറിക്കകത്തോട്ട് ആഡ് ചെയ്യത്തുള്ളൂ. നമുക്ക് മീൻ വേവിക്കാനുള്ള ചട്ടി വെക്കാം. എണ്ണ ഒഴിക്കാം. ആദ്യം നമുക്ക് കുറച്ച് കടുകും ഉലുവായും കറിവേപ്പില ഇടാം. അടുത്തത് ചുമന്നുള്ളി ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടാം. ഇനി നമുക്ക് പൊടികളിടാം. കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. അപ്പം മൂത്തതിന് ശേഷം തക്കാളിക്ക അരച്ചത്.
അതിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മൾ കുടംപുളി ഉരുക്കിയ വെള്ളം ഒഴിക്കുക. ഉപ്പും പുളിയൊക്കെ ഉണ്ട് നല്ലപോലെ. ഇതിലേക്ക് നമുക്ക് മീൻ തല ഇടാം. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ മീൻ റെഡിയായി കാണും. നമുക്ക് നോക്കാം. ആഹാ, അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പുളിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. മീൻകറി മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല, ഇങ്ങനെ ചുറ്റിക്കാനേ പാടുള്ളൂ. ഇത് സൈഡിലോട്ടിരിക്കട്ടെ. ഇനി നമുക്ക് കപ്പ റെഡിയാക്കാം. കപ്പ ഞാനിവിടെ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയുള്ളൊരു അരപ്പും ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ അരപ്പിനകത്ത് തേങ്ങായും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് അരച്ച അരപ്പാണിത്. ഇനി ഇതിന് വേണ്ടിയുള്ള കടുക് വറക്കാം നമുക്ക്. വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങ തിരുമ്മിയത്. ഇതിനകത്തേക്ക് നമുക്ക് അരപ്പിടാം. ഇതിനകത്തോട്ട് നമുക്ക് കപ്പ പുഴുങ്ങിയതിടാം. അപ്പോൾ നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളി തലക്കറി എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ആഹാ, ഇന്നത്തെ നമ്മുടെ ഐറ്റം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഏറ്റവും പ്രായം കൂടിയ ആളുമാണ്. ഒരാൾക്ക് 1 വയസ്സും ഒരാൾക്ക് 95 വയസ്സും. വാ, കപ്പ മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട? ഇച്ചിരി എരിവെന്നോന്നൊരു സംശയം. ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ടു. ബേബിക്ക് ഇഷ്ടപ്പെട്ടു. ബേബിക്ക് കപ്പ മാത്രമേ കൊടുക്കുന്നുള്ളൂ, മീമിക്ക് ഒക്കുന്നില്ല. ഇനിയും വേണം. ഇഷ്ടപ്പെട്ട? അതിനകത്തുണ്ടല്ല. ഇപ്പൊ മനസ്സിലായല്ലോ ഇഷ്ടപ്പെട്ടോ. അയ്യോ, അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. നല്ല എരിവുണ്ടോ?
എങ്ങനെ എരിവുണ്ടോ അമ്മച്ചി? എരിവുണ്ടോ? എരിവുണ്ട്. എരിവുണ്ടോ? വലിയ എരിവില്ല, പക്ഷെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുള്ളൂ. അമ്മച്ചി ഇപ്പൊ ഒത്തിരി എരിവൊന്നും കൂട്ടത്തില്ല. എരിവൊക്കെ ഇഷ്ടമാ. അമ്മച്ചി പുളിയുണ്ടോ? പുളിയൊക്കെ ഉണ്ടോ? പുളിയോ? ആ, എരിവും പുളിയൊക്കെ ഉണ്ടോ? ഉണ്ട്. നല്ലാണോ? അമ്മച്ചി ഉണ്ടാക്കുന്നവരാണോ? പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ നീ ഉണ്ടാക്കാനൊക്കെ കണ്ടല്ലേ അവൾ പഠിക്കുന്നത് അല്ലേ മോനെ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ടാറ്റാ ടാറ്റാ. മുടിയൊക്കെ അമ്മച്ചേ ഒതുക്കി തരാം. ചെറിയൊരു കാൽഷ്യത്തിൻ്റെ പ്രശ്നമാണ്, പക്ഷേ ഉടനെ ശരിയാവും.